ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ് ഇനി റീലിടുമെന്ന് പറയാം. റീലിടേണ്ടത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട് ഈ വേലി. ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. റീല് നിർത്തരുത്. എവിടെയൊക്കെയാണ് വിള്ളൽ വീണിരിക്കുന്നത്? കുരിയാട് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു 50ഓളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അദ്ദേഹം റീലെടുത്ത് ആ റീല് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ. നമുക്കറിയാം, മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ എടുക്കുന്ന സമീപനം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ ഞങ്ങളുടെ മുമ്പുള്ള വഴി എന്താ? ഞങ്ങളുടെ മുമ്പുള്ളൊരു വഴിയാണ് സോഷ്യൽ മീഡിയ. ഞങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റി ഓരോരുത്തരും ഓരോ മാധ്യമപ്രവർത്തകരാണ്. അവർക്ക് സാധ്യമാകുന്ന നിലയിൽ അവരുടെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, വാട്സപ്പിൽ, യൂട്യൂബിൽ ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ, ഓരോ വകുപ്പിന്റെയും ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കും. ഞങ്ങൾ ഓരോരുത്തരും മാധ്യമപ്രവർത്തനം ഏറ്റെടുക്കും. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വസ്തുതകൾ പറയാൻ തയ്യാറാകാതെ പോകുമ്പോൾ പറഞ്ഞേ പറ്റൂ എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അപ്പോ റീൽസ് ഇടരുത്, റീൽസിന് നിരോധനം. ഇങ്ങനെ കരയണോ? ഞങ്ങളുടെ റീൽസിന്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ, ഞങ്ങളുടെ സഖാക്കളുടെ റീൽസിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റീച്ച് വരുമ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് റീൽസിന് നിരോധനം ഏർപ്പെടുത്തണമെന്ന് പറയുന്ന നിലയിലേക്ക് ഈ കേരളത്തിലെ UDF എന്ന മുന്നണിയും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും തരംതാണു പോയില്ലേ?